മറ്റുള്ള എല്ലാ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയും പോലെയും ഇതിലും സംഭവിക്കുന്നത് ഇതാണ്. അതായത് ഒരു കൂട്ട അപകടം സംഭവിക്കാൻ പോകുന്നു. ബട്ട് അതിന് മുമ്പേ ആ അപകടം സംഭവിക്കാൻ പോകുന്ന ആൾക്കാരിൽ ഒരാൾക്ക് നേരത്തെ അറിയാൻ പറ്റുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് മരിക്കാൻ പോകുന്നുള്ളതും. എന്നിട്ട് ആ വ്യക്തി ആ അപകടത്തിൽ നിന്ന് എല്ലാവരും രക്ഷിക്കുന്നു. ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളുടെ മെയിൻ തീം ഇതാണ്. ആ തീം തന്നെയാണ് ഈ സിനിമയിലും കൊണ്ടുപോയിരിക്കുന്നത്. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ പോലെ ചുമ്മാ കുറേ ആൾക്കാർ മരിക്കുന്നു, അത് അവരെങ്ങനെ മരിക്കുന്നു എന്ന ക്യൂരിയോസിറ്റി അതുപോലെയൊക്കെ കാണാനാണെങ്കിൽ ഈ സിനിമ ഓക്കെയാണ്. അല്ലാണ്ട് നിങ്ങളൊരു തറവിലൊരു സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് അതൊക്കെ ആസ്വദിക്കാനാണ് സിനിമയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ ആക്ച്വലി സ്റ്റോറി ലൈൻ ഭയങ്കര മോശമാണ്. ആക്ടിങ് അത്രപ്പെടുത്ത് പറയാനില്ല. പിന്നെ അത് മാത്രമല്ല, ഈ സ്ക്രിപ്റ്റുകളിലെ പല കാര്യങ്ങളും എന്താ പറയുക, നമുക്കൊട്ട് ലോജിക്കില്ലാത്ത രീതിയിൽ സംസാരിക്കണ പോലെയൊക്കെ തോന്നി ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ നോക്കിയാണ്, അതായത് നിങ്ങൾ തന്നെയൊരു ഇൻട്രസ്റ്റെല്ലാം ക്രിസ്റ്റഫർ നോളൻ അതുപോലത്തെയൊക്കെ സിനിമ പ്രതീക്ഷിച്ചാണെങ്കിൽ ബേസിക്കലി അത് പ്രതീക്ഷയായ സിനിമക്ക് പോവില്ല. പിന്നെ നമ്മളൊരു വൺ ടൈം വാച്ചബിൾ പോലെ, അതായത് എന്തായാലും അവർ മരിക്കുമെന്ന് നമുക്കറിയാം. അവരെങ്ങനെയാണ് മരിക്കാൻ പോണത്, ഈ എന്തൊക്കെ സംഭവത്തിൽ, അതായത് ഈ സിനിമയിൽ മരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എലമെൻ്റ് ഉണ്ട്. കാരണം സാധാ വന്നും കൊല്ലണം പോലെയല്ല, ആ സാഹചര്യങ്ങളുടെ ചുറ്റുപാടുകളാണ് ഓരോരുത്തരെയും കൊല്ലാൻ നോക്കണത്. അങ്ങനെയാണ് മരണം അവരെ കൊല്ലണത്. അങ്ങനെ ഒന്ന് കണ്ടിരിക്കാനാണ് ഈ സിനിമ ഓക്കെയാണ്. ആക്ച്വലി എനിക്ക് വർക്കായി. കാരണം ഞാൻ അതും പ്രതീക്ഷയാണ് പോയത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് എനിക്കറിയാം, എങ്ങനത്തെ സിനിമയാണെന്ന് എനിക്കറിയാം, എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകണമെന്നും അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ സിനിമ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, വൺ ടൈം വാച്ചബിൾ പോലെ. അല്ലാണ്ട് സ്റ്റോറി ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ അന്യായ ശോകമാണ്.